ഇന്നത്തെ ധ്യാനം ഉദ്ധിതനായ ക്രിസ്തു അനന്തമായ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് വിശ്വാസിയുടെ ജീവിതത്തിലെ നിത്യമായ സാന്നിധ്യത്തിൻ്റെ തുടക്കമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് ഒരു വിടവാങ്ങലിലൂടെയല്ല, മറിച്ച് യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വലിയ ഉറപ്പിലൂടെയാണ്. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് കരുതി ഭാരപ്പെടുകയോ നമ്മെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് കരുതി നാം കരയുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു ഇന്ന് നമ്മോട് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. 1. സംശയങ്ങളെ മാറ്റുന്ന ആരാധന. വർഷിപ്പ് ദാറ്റ് ബ്രേക്സ് ഡൗട്ട്. ശിഷ്യന്മാർ ഗലീലയിലെ മലയിൽ യേശുവിനെ കണ്ടപ്പോൾ അവനെ നമസ്കരിച്ചു. എങ്കിലും ചിലർ സംശയിച്ചു. 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതായ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടും അവരുടെ മനസ്സിൽ സംശയമുണ്ടായിരുന്നു എന്നത് മനുഷ്യ സഹജമായ ബലഹീനതയാണ്. നമ്മുടെ ഹൃദയത്തിലും ചിലപ്പോൾ സംശയങ്ങൾ വരാം. എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? എൻ്റെ രോഗം മാറുമോ? എൻ്റെ സങ്കടങ്ങൾ തീരുമോ? എനിക്ക് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പോകുവാൻ സാധിക്കുമോ? എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ ഓർക്കുക, സംശയം വിശ്വാസത്തിൻ്റെ അന്ത്യമല്ല. നാം സംശയിച്ചു നിൽക്കുമ്പോഴും യേശു നമ്മെ തള്ളിക്കളയാതെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ബലഹീനതകൾക്കും സംശയങ്ങൾക്കും മധ്യയാണ് ദൈവം വലിയ ദൗത്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്നത്. നാം കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ സംശയങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറും. നമ്മുടെ ആരാധനയെ സ്വീകരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. 2. സർവ അധികാരമുള്ള ക്രിസ്തു. ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കുരിശിൽ മരിച്ച യേശു തോറ്റുപോയവനല്ല, മറിച്ച് മരണത്തിന്മേലും പാപത്തിന്മേലും സകലത്തിന്മേലും അധികാരം നേടിയവനാണ്. ഈ അധികാരം പിശാചിന്റെയോ ലോകത്തിന്റെയോ സകല ശക്തികൾക്കും മുകളിലുള്ളതാണ്. നമ്മെ തകർക്കുവാൻ നോക്കുന്ന ശത്രുവിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായ രോഗമാണെങ്കിലും കടബാധ്യതയാണെങ്കിലും ജീവിതത്തിന്റെ മറ്റേത് പ്രശ്നങ്ങളെക്കാളും വലിയ അധികാരം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിന് ഉണ്ട്. പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ നാം എന്തിനെ ഭയപ്പെടണം? ക്രിസ്തുവിന്റെ ഈ പരമാധികാരമാണ് നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനം. ഇന്ന് ഒരു ഉറപ്പോടെ പറയുവാനായിട്ട് നമുക്ക് കഴിയണം, എൻ്റെ യേശുവിനേക്കാളും വലിയവൻ ഈ ലോകത്തിൽ ഇല്ല. എൻ്റെ യേശുവിനേക്കാളും വലിയവൻ ഈ ലോകത്തിൽ ഇല്ല. 2. സർവ അധികാരമുള്ള ക്രിസ്തു. ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കുരിശിൽ മരിച്ച യേശു തോറ്റുപോയവനല്ല, മറിച്ച് മരണത്തിന്മേലും പാപത്തിന്മേലും സകലത്തിന്മേലും അധികാരം നേടിയവനാണ്. ഈ അധികാരം പിശാചിന്റെയോ ലോകത്തിന്റെയോ സകല ശക്തികൾക്കും മുകളിലുള്ളതാണ്. നമ്മെ തകർക്കുവാൻ നോക്കുന്ന ശത്രുവിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായ രോഗമാണെങ്കിലും കടബാധ്യതയാണെങ്കിലും ജീവിതത്തിന്റെ മറ്റേത് പ്രശ്നങ്ങളെക്കാളും വലിയ അധികാരം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിന് ഉണ്ട്. പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ നാം എന്തിനെ ഭയപ്പെടണം? ക്രിസ്തുവിന്റെ ഈ പരമാധികാരമാണ് നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനം. ഇന്ന് ഒരു ഉറപ്പോടെ പറയുവാനായിട്ട് നമുക്ക് കഴിയണം, എൻ്റെ യേശുവിനേക്കാളും വലിയവൻ ഈ ലോകത്തിൽ ഇല്ല. എൻ്റെ യേശുവിനേക്കാളും വലിയവൻ ഈ ലോകത്തിൽ ഇല്ല. 3. നിയോഗത്തിന്റെ മഹത്വം. ദ ഗ്രേറ്റ് കമ്മീഷൻ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുക എന്നതാണ്. ദൈവം നമുക്ക് നൽകുന്ന കൃപ നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കാനുള്ളതല്ല. നാം നിൽക്കുന്നിടത്ത് ക്രിസ്തുവിന്റെ സുഗന്ധം പടരണം. ശിഷ്യനാക്കുക എന്നാൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുക എന്നതാണ്.
സ്നാനം നൽകുന്നതും ഉപദേശിക്കുന്നതും കേവലം ചടങ്ങുകളല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവം ലോകത്തിന് പകർന്ന് നൽകലാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുമ്പോഴാണ് നാം യഥാർത്ഥ ശിഷ്യനായി തീരുന്നത്. അതിന് ഈ വചനം നമുക്ക് ധൈര്യം നൽകുകയാണ്. 4. യുഗാന്ത്യത്തോളം നീളുന്ന സാന്നിധ്യം, ദ അബൈഡിങ് പ്രസൻസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന വാക്കോടുകൂടിയാണ്. അത് അവസാനിക്കുന്നതും അതേ ഉറപ്പിലാണ്. ഇതാ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ വരാം എന്നല്ല, മറിച്ച് ഞാൻ കൂടെയുണ്ട് എന്നാണ് ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നത്. നാം തനിച്ചാണെന്ന് തോന്നുമ്പോഴും, നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളിലും നിരാശയുടെ അനുഭവങ്ങളിലും രോഗക്കിടക്കയിലും ദുഃഖത്തിന്റെ അനുഭവങ്ങളിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും വിജയത്തിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഈ സാന്നിധ്യം നമുക്ക് കരുത്ത് നൽകുന്നു. ജീവിതത്തിൽ നാം ഭയപ്പെടുമ്പോൾ, ലോകം നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ ഓർക്കുക, കല്ലറയെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ പരാജയം വിജയമാകും. നമ്മുടെ ദുഃഖങ്ങൾ വലിയ പ്രത്യാശയായി മാറും. നമ്മുടെ കണ്ണുനീർ സന്തോഷമായി മാറും. ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്നത് ഒരു വൈകാരിക അനുഭവം മാത്രമല്ല, അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തെ ഭയത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് രൂപാന്തരപ്പെടുത്തും. ഈ വചനം നാം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതായ ക്രിസ്തു നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് ചോർന്നു പോകാതെ ധൈര്യമുള്ളവരായി, ഐ എം നോട്ട് അലോൺ, മൈ മാസ്റ്റർ ഈസ് ഓൾവേസ് വിത്ത് മീ, ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.